അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ താരീഖിൻ്റെ 2ാമത്തെ പാഠം അൽ മസ്ജിദുൻ നബവി. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത് എന്തൊക്കെയെന്ന് നോക്കാം. അൽ മസ്ജിദുൻ നബവി അഥവാ മദീന പള്ളിയാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തതെന്തായിരുന്നു? വീടോ കച്ചവട സ്ഥാപനമോ നിർമ്മിക്കുകയായിരുന്നോ? അല്ല. മുസ്ലിംകൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി പണിയുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. അവിടെ ഉണ്ടായിരുന്ന കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. ബനു നജ്ജാർ ഗോത്രക്കാർ ആ സ്ഥലം ദാനമായി കൊടുക്കാൻ തയ്യാറായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്തത്. അതിനാവശ്യമായ പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഹാബികൾ കല്ലുകളും മണ്ണും ശേഖരിച്ച് പള്ളി നിർമ്മാണം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നിർമ്മാണത്തിനിടെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. എല്ലാം അമ്പിയാക്കളെ ഏൽപ്പിച്ചു മാറി നിൽക്കുന്ന, എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് ഇവിടെ കാണുന്നത്. എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും ഇഖ്ലാസോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു. കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ചുമരുകളും ഈന്തപ്പനയുടെ മേൽക്കൂരയുമായിരുന്നു പള്ളിക്ക് ഉണ്ടായിരുന്നത്. മദീന പള്ളി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല. അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചന ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നു. മസ്ജിദ് നബവിയുടെ വിവിധ കാലങ്ങളിലെ രൂപം, ചില വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു മദീന പള്ളി എന്നുള്ളതും കൂടിയാണ് ഇതിൽ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. തദ്രീബാത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം 1. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് പള്ളി നിർമ്മിക്കുകയായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് പള്ളി നിർമ്മിക്കുകയായിരുന്നു. 2. കല്ലും മണ്ണും ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. കല്ലും മണ്ണും ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. മേൽക്കൂര ഈന്തപ്പനയായിരുന്നു. 2ാമത്തെ ഭാഗം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. തദ്രീബാത്തിൻ്റെ 2ാമത്തെ ഭാഗം ചർച്ച ചെയ്യുക എന്നതാണ്. ചോദ്യം 1. മദീനയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പള്ളിയാണ് നിർമ്മിച്ചത്. കാരണം എന്തായിരിക്കും? ഉത്തരം:
മുസ്ലിംകൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീനു പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി പണിയുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത്. ഇതാണ് കാരണം. ചോദ്യം 2. ഭൂമി ദാനം കൊടുക്കാൻ അവർ തയ്യാറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വില കൊടുത്തു വാങ്ങിയതിലെ ഗുണപാഠം എന്താണ്? ഉത്തരം: മറ്റുള്ളവർക്ക് ഒരു നിലക്കും ബുദ്ധിമുട്ട് ആകരുത് എന്നുള്ള ഉദ്ദേശമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. അതിനാവശ്യമായ പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ ഈ ചരിത്രത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഉത്തരം: എല്ലാം അനുയായികളെ ഏൽപ്പിച്ചു മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം: മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി ആര്? മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി ആര്? ഉത്തരം: ബനു നജ്ജാർ ഗോത്രക്കാർ. ബനു നജ്ജാർ ഗോത്രക്കാർ. ചോദ്യം 2. മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അന്ന് ഉപയോഗപ്പെടുത്തിയത്? മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അന്ന് ഉപയോഗപ്പെടുത്തിയത്? ഉത്തരം: മദീന പള്ളി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചന ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നു. മദീന പള്ളി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നു. ചോദ്യം 3. പള്ളിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പങ്കെടുത്തത്? പള്ളിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പങ്കെടുത്തത്? ഉത്തരം: എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെ അല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം കാണുന്നത്. അള്ളാഹു നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.